ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഈ കോലത്തിൽ കാണുന്ന മീൻകുളം നമ്മളിപ്പോ ഒന്ന് ക്ലീൻ ആൻഡ് നീറ്റ് ആക്കി എടുക്കാൻ പോവാണ്. അപ്പൊ ഗോപാലൻ മീൻകുളത്തിലേക്കൊക്കെ ഇറങ്ങി അവൻ അതിൽ നിന്ന് കക്കയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ ചപ്പും ചവറും ഒക്കെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മീനെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലെ ഷീറ്റ് എല്ലാം മാറ്റിയപ്പോൾ ഗോപാലൻ അതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവലാക്കി എടുക്കാൻ പോവാണ്. ആ കുളം കുറച്ച് താഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്ന് എല്ലാ സൈഡും ഒക്കെ ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഗോപാലിന്റെ മണ്ണൊക്കെ ഒന്ന് ഷേപ്പ് ആക്കി ആ സൈഡിൽ നിന്നൊക്കെ എടുത്ത് മാറ്റി നമ്മൾ പുതിയ ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. പഴയ ഷീറ്റിൽ ഇങ്ങനെ ഓട്ടയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എലിയൊക്കെ കുത്തിയിട്ട്. അപ്പൊ നമ്മൾ പുതിയ ഷീറ്റൊക്കെ വിരിച്ച് അതുപോലെ തന്നെ നമ്മൾ പോസ് വെച്ച് വെള്ളമൊക്കെ അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പ്രാവശ്യം മീൻകുളത്തിന് ചുറ്റും നല്ല വലയൊക്കെ കെട്ടിയിട്ട് നല്ല സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. കാരണം മഴ പെയ്ത് വെള്ളം നിറയുമ്പോൾ മീനൊക്കെ ചാടിപ്പോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് നമ്മൾ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ കണ്ണനും ഗോപാലനും കൂടി ഇപ്പൊ വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങിയുള്ള കരിയിലൊക്കെ പറക്കി കളയുന്നുണ്ട്. നമ്മളിപ്പോ 49 സിലോപ്പിയുടെ കുഞ്ഞുങ്ങളാണ് നമ്മുടെ ഉള്ളത്. ഒരെണ്ണം ചത്തുപോയി, 49 എണ്ണമാണ് ഉള്ളത്. ഈ 49 എണ്ണത്തിന് നമ്മൾ ഈ കുളത്തിലേക്ക് ഇറക്കി വിടാൻ പോവാണ്. അപ്പൊ അച്ഛൻ ദേ അവർക്ക് ആ ബക്കറ്റ് ഒക്കെ കൊടുത്തു. ആ ബക്കറ്റിലുള്ള മീനെ ഇപ്പൊ ദേ വെള്ളത്തിലേക്ക് അവർ റിലീസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇനി ആ ബക്കറ്റ് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഒന്ന് ഇങ്ങനെ ചിരിച്ചു വെച്ചു കൊടുക്കുള്ളൂ, മീനുകളൊക്കെ ഇറങ്ങി പോയിക്കോളും. ഇനി ഈ കുളത്തിലാണ് ഈ മീനുകളൊക്കെ വളരാൻ പോകുന്നത്. മീനുകളൊക്കെ ഇറങ്ങി പോകുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോപാലനും കണ്ണനും എല്ലാവരും. അതിനിടയ്ക്ക് ബക്കറ്റിൽ വെള്ളം കയറി ബക്കറ്റ് മുങ്ങി പോകാനൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കുളത്തിന്റെ ആദ്യത്തെ ലുക്കും ഈ ലാസ്റ്റ് ഭാഗത്തെ ലുക്കും കണ്ടു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല ആ കുളമാണ് ഇങ്ങനെ ആക്കിയെടുത്തതെന്ന്. അപ്പൊ കുറച്ച് കഷ്ടപ്പാട് ഉണ്ടായിരുന്നു ആ കുളം ഇങ്ങനെ ആക്കിയെടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ നല്ല പുതിയതാക്കി എടുത്ത കുളത്തിലേക്ക് നമ്മുടെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ ഇറക്കിയിട്ടിട്ടുണ്ട്. നമ്മുടെ പഴയ കുഞ്ഞുങ്ങൾ ഉണ്ടായിരുന്നത് അവരൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. അവിടുത്തെ എല്ലാത്തിനെയും തീർന്നു ആ കുളത്തില്. ഇനി ആകെ ഒന്നോ രണ്ടെണ്ണോ കൂടിയേ ഉള്ളൂ, ബാക്കി എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ പുതിയ മീൻകുഞ്ഞുങ്ങളെ അതിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. ഇനി ഇതാണ് ഇവരുടെ പുതിയ കുളം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ആ കുളത്തിന്റെ സെറ്റപ്പും റെഡി ആക്കിയിട്ടുണ്ട്. ആ വലയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുഴപ്പമില്ല, ഈ മീനൊക്കെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. വലുതായി കഴിഞ്ഞാൽ പുറത്തേക്കൊന്നും പോവില്ല. ഇതിന് വെള്ളം അടിച്ച് കളയാനുള്ള എല്ലാ രീതിയും നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ബൈ.